നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒരുപാട് വെളിപ്പെടുത്തലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും. അതിൽ നമ്മളൊക്കെ സ്ക്രീനിൽ വെള്ളിത്തിരയിൽ ആരാധിച്ചിരുന്ന ഹിക്കമാരും അതല്ലെങ്കിൽ ഏട്ടന്മാരും ജനപ്രിയന്മാരും ഒക്കെ എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള അവന്മാരുടെയൊക്കെ മുഖം മൂടിക്ക് പിറകിലെ ആ യഥാർത്ഥ മുഖം എന്തായിരുന്നു? ക്രൂരതയോടെയുള്ള കാമഭ്രാന്തന്മാരായിരുന്നു ഇവന്മാർ എന്നുള്ളത് കൃത്യമായിട്ടും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് ജുബിത എന്ന് പറയുന്ന ഒരു നടി മാത്രമല്ല, അവരൊരു എഴുത്തുകാരി കൂടിയാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്. അത്തരത്തിൽ ജുബിത ഏറെ ക്രിമിനലുകളുടെ, ഒട്ടേറെ കാമഭ്രാന്തന്മാരുടെ പേര് സഹിതമാണ് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നോക്കൂ, നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒട്ടേറെ ഹിന്ദു മതവിശ്വാസ പ്രകാരമുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ സ്ത്രീ നവോത്ഥാനം എന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി ഇറങ്ങിയിരുന്ന ഒരുപാട് യുവ നടികളെയും അതല്ലെങ്കിൽ അമ്മ നടിമാരായിക്കോട്ടെ, ഒട്ടേറെ സിനിമാ നടിമാരെയും സിനിമാ നടന്മാരെയും ഇനി അതിന് പുറത്തുള്ള ഒരുപാട് എണ്ണത്തെ സ്ത്രീ ജനങ്ങളെയൊക്കെ ഒരുപാട് നവോത്ഥാന നായികമാരെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ ഒരെണ്ണം പോലും വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജുബിത എന്ന് പറയുന്ന ഈ യുവതി കൃത്യമായിട്ട് ഇന്നവർ പായസം വിറ്റുകൊണ്ടാണ് ഉപജീവന മാർഗം നയിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് എത്രത്തോളമായിരുന്നു അവർ അവരുടെ പവിത്രതയ്ക്ക് വില കൽപ്പിച്ചത് എന്ന് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ദാദാ സാഹിബ് എന്ന് പറയുന്ന ഒരു സിനിമ, മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ച ഒരു സിനിമാ നടി. അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്ത്രീ, അവർ ആകെ രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അവർ രണ്ട് സിനിമയിൽ ഒതുക്കപ്പെട്ടതെന്ന് അറിയാമോ? അവരുടെ ശരീരം മോഹിച്ചുകൊണ്ടായിരുന്നു ഈ ദാദാ സാഹിബ്, മമ്മൂട്ടി അടക്കമുള്ള ഈ സിനിമയിലെ നേതാക്കൾ, വലിയ ഹിക്കമാരാണല്ലോ. ഈ ഹിക്കമാർ അഭിനയിച്ച ആ സിനിമയിലടക്കം അവരുടെ ശരീരം ആവശ്യപ്പെട്ടു. അത്തരത്തിൽ അവർക്ക് അതിന് വഴങ്ങാതിരുന്നത് കൊണ്ട് ഈ സിനിമയൊക്കെ വിട്ടുകൊണ്ട് അവർ ഇന്ന് അവരുടെ സ്വന്തമായിട്ടുള്ള കാലിൽ നിന്നുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന സിനിമാ മേഖല പൂർണ്ണമായിട്ടും വിട്ടുകൊണ്ട് നമ്മൾ കണ്ടതാണ്. ദാദാ സാഹിബിലെ ആ സിനിമാ നടിയുടെ അഭിനയ മികവൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ഇവരുടെ നോക്കൂ, ഇവർ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവരുടെ ശരീരം, അവരുടെ മറ്റുള്ളവരുടെ ഒരുപാട് ആളുകളുടെ ശരീരമൊക്കെയാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് മാനാഭിമാനമാണ് വലുത്, കാശും പ്രശസ്തിയും അല്ല എന്നും പറഞ്ഞ് ഇന്ന് സ്റ്റേഡിയങ്ങളായിട്ടും അതല്ലെങ്കിൽ അങ്ങാടികളും ടൗണുകളിലുമൊക്കെ ഒരു കപ്പ് പായസം വിൽക്കും, 15ഉം 20ഉം രൂപയ്ക്കൊക്കെ പായസം വിറ്റുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സ്ക്രിപ്റ്റ് റൈറ്റർ, ഈ നടി മാറിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ബിഗ് സല്യൂട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. അവരുടെ അനുഭവാവസ്ഥ എന്ന് കേട്ടു നോക്കാം നമ്മൾക്ക്. കണ്ണീരോടെ അല്ലാതെ ഇത് കേൾക്കാനാവില്ല. സത്യത്തിൽ ഇവർക്കൊന്നും വേണ്ടി ശബ്ദിക്കാൻ ഇവിടത്തെ വലിയ വെള്ളിത്തിരയിൽ വലിയ നായിക പ്രാധാന്യത്തോടുകൂടി ഇറങ്ങിയിട്ടുള്ള ലേഡി സൂപ്പർ സ്റ്റാറുകളോ ഒരെണ്ണവും വരില്ല. കാരണം എന്താ? ഒക്കെ കിടന്നു കൊടുത്തും അതല്ലെങ്കിൽ പലതും ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രശസ്തിയിലേക്കും കാശിലേക്കും എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവന്മാർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ ഇവളുമാരും ഇറങ്ങില്ല, ഇവനുമാരും ഇറങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ജുബിതയുടെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സത്യത്തിൽ ഞാനിത് കേട്ടപ്പോൾ എനിക്ക് തൊണ്ടയിടറിക്കൊണ്ടല്ലാതെ ഇത് പൂർണ്ണമായിട്ടും കേട്ടിരിക്കാൻ പറ്റിയില്ല. കാരണം കലാബോധമുള്ള അതല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ അത്ര കണ്ട് വേദനാജനകം തന്നെയാണ്. മുളയിലേ നുള്ളുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇവിടെ സംഭവിച്ചത്. അതിൽ ഞമ്മന്റെ പ്രധാനപ്പെട്ട മെഗാ സ്റ്റാറുമാരും സൂപ്പർ ലേഡിയായി നടക്കുന്നവളുമാരും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനി എവിടെയാണ് നീതി ഈ സ്ത്രീകൾക്ക്? പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നിന്ന് ചോദിക്കുന്നിടത്താണ് നവോത്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയ ഡേഷിന്റെ മക്കൾ അത് ആവശ്യാനുസരണം പൂരിപ്പിക്കുക. അവരൊക്കെ എന്താണ് വായിൽ പഴം തിരികെയോ അതിന് വേറെ വല്ലതും ഏതെങ്കിലും ഒരുത്തൻ്റെത് തിരികിയിരിക്കുകയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ജുബിതയുടെ വാക്കിലേക്ക് പോവാം നമുക്ക്. എനിക്ക് ഒത്തിരി വിഷമങ്ങൾ പറയാനുണ്ട്. അത് എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. 2018 എന്റെ ഒരു മൂവീസ്, എന്താ പറയാ, ഇപ്പൊ മമ്മൂക്കയുടെ സിസ്റ്റർ മകന്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ പൊന്നു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചേട്ടന്റെ കൂടെയായിരുന്നു. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, രാജൻ ബി ദേവൻ മകൻ, അങ്ങനെ ഒത്തിരി ആൾക്കാര്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിന്റെ ഒരു മൂവീസ് തമിഴിൽ വന്നതിന്റെ ഒരു സീന് കണ്ടിട്ട്, ഒരു കോമഡി സീനായിരുന്നു, ഞാൻ നന്നായിട്ട് ചെയ്തു. പക്ഷെ നമുക്ക് അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചായിരുന്നു എനിക്കൊരു വേഷം തരുമെന്ന്. തീരുമാനത്തിന്റെ ഒരു ഫോട്ടോ എന്റെ മാസികയിൽ വന്നിട്ടുണ്ട്, അത് എടുത്തോണ്ടാണ് ഞാൻ പോയത്.
അപ്പം എനിക്ക് ആ വിജയ് സാറിന്റെ സിനിമ കിട്ടുമ്പോൾ തന്നെ ബിനീഷ് മഠത്തിലെ സാറ് പറഞ്ഞത് എനിക്ക് പറ്റൂല, അഡ്ജസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടാന്ന് വെച്ചു. മനസ്സിലായല്ലോ. പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതില് തീരുമാനം എന്ന് പറഞ്ഞ മൂവിയാ. അതില് അസോസിയേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് കിട്ടുന്നില്ല, ഞാൻ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അസോസിയേറ്റ് ഞാനിങ്ങനെ എഴുതുമായിരുന്നു. എനിക്ക് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇത് എന്നോട് പറഞ്ഞു, അറിയുന്നത് മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക. 2014 അദ്ദേഹത്തിന്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയില് ഞാനും ശ്രീനിവാസൻ സാർ അഭിനയിച്ചു. ഞാനപ്പൊ സാറിന്റെ അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത്. ഇത്ര വർഷമായിട്ടും അവര് നല്ല ബന്ധമുണ്ട്. ഇപ്പൊ സാറിന് സുഖമില്ല. അപ്പം സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി. അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എന്റെ ഫേസ്ബുക്ക് പേജില് ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട്, അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ ആയിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാമോ, എന്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു. അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളെ മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിന്റെ ആ സാറടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരെ സംസാരം വേറൊരു രീതിയിലാ. പക്ഷെ അവര് ആരോ ആയിക്കോട്ടെ, പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു ബിഹേവിങ് അല്ല, അവരെ ക്യാരക്ടർ ഉണ്ട്. അതാണല്ലോ നമ്മള് പുറമെ നമ്മൾ കാണാത്ത. പക്ഷെ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. എന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു എന്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ സാറടുത്ത് പറഞ്ഞു സാറേ ഇത് നടക്കൂല, അസോസിയേറ്റ് ഇങ്ങനെയാ പറയുന്നേന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു. ഞാനല്ല, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് അതായത് ഈ ജുബിത എന്ന് പറയുന്ന പെൺകുട്ടി അല്ലാതെ വേറൊരാളെ കൊടുത്താൽ സന്തോഷമാവോ എന്ന രീതിയിലേക്ക് വരെ ചർച്ച നടന്നു. അത് പറ്റില്ല, ഇവരെ തന്നെ വേണമെന്ന് പറഞ്ഞു. ബാക്കിയോടെ കേൾക്കാം. ശരിയാവില്ല. ഞാനിപ്പം എന്നെ അറിയാത്തവര് കുറച്ചായിരിക്കും. ഈ 2024 മാനാഞ്ചിറ എന്തിനു പറയുന്നത്, നമ്മളെ കമ്മീഷൻ ഓഫീസിൽ ആർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ്. എന്റെ അമ്മ 4 വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട്. അവർക്ക് അറിയില്ല പായസം എന്തിനാ പായസം കൊടുക്കാൻ പോകുന്നതെന്ന് അവർ ചോദിക്കും. കൂടുതൽ പൈസ കിട്ടും, കുറഞ്ഞ ടൈം മതി. എന്റെ അമ്മ 20 രൂപയ്ക്ക് 30 രൂപയ്ക്ക് വിൽക്കുന്നത്. പിന്നെ അവിടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല ഉള്ളില്. ഫിനാൻഷ്യലി ഒരു ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു മെഷീൻ വാങ്ങാനുള്ള ഒരു ഇതുണ്ട്, ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് മാന്യമായി എന്ത് ജോലിയും ചെയ്യും. അങ്ങനെ ഈ കടകളിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇതിൽ നിൽക്കുന്ന കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും. പകല് ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാ. അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം. 1.5 ലക്ഷം രൂപ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ. നോക്കൂ, 1.5 ലക്ഷം രൂപയാണ് ഈ ജുബിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ശരീരത്തിന് ഇടവേള ബാബു വിലയിട്ടത് എന്നാണ് ഈ ജുബിത തന്നെ വെളിപ്പെടുത്തുന്നത്. അതായത് അമ്മയുടെ ഉള്ളിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കയറണം എന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ കൊടുക്കണം. പക്ഷെ ശരീരം കൊടുത്തു കഴിഞ്ഞാൽ 1 രൂപ പോലും കൊടുക്കേണ്ട. അതായത് 1.5 ലക്ഷം രൂപയാണ് നമ്മുടെ ഈ സഹോദരിയുടെ വില ഈ ഇടവേള ബാബു ഇട്ടത് എന്ന് അവർ തന്നെയാണ് പറയുന്നത്. പച്ചയ്ക്കാണ് പറയുന്നത്, ഒരു ഒളിയും മറയും ഇല്ലാതെ. ബാക്കി കേട്ട് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. പിന്നെ എന്റെ കാറ്റും മഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ അദ്ദേഹം മരിച്ചു ഈ അടുത്ത്. കാറ്റും മഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ്. ഇതിലിപ്പോ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി പട്ടിക്കര എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. അദ്ദേഹം ഞാന് ബെസ്റ്റിയില് ഷൂട്ട് ഉണ്ടായിരുന്നു കാറ്റും മഴ. അപ്പൊ ഉണ്ണി മുകുന്ദൻ, മീരാനന്ദൻ, ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. അന്ന് എനിക്കൊരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ തന്നു പാസിങ്ങില് നിൽക്കുക. ഇന്നത്തെ കോലല്ല. അപ്പൊ പറഞ്ഞ ഈ കുട്ടി കൊള്ളാലോ, എന്തുകൊണ്ടാ സിനിമ കിട്ടുന്നില്ല, നല്ല വേഷം ചെയ്യാലോ. അപ്പൊ ഞാൻ സാറിനടുത്ത് പറഞ്ഞു സാറേ ഭംഗി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ആരെങ്കിലും വേഷം തരണ്ടേ. സംഭവം ഇതൊന്നും ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആ സാറ് വിളിക്കുക, അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു. അതിനുശേഷം ഗുണ്ട ചെയ്തു, നാട്ടരങ്ങ് ചെയ്തു. അതിലൊക്കെ ഷാജി കൊടിയാൻ അങ്കിളിന്റെ കൂടെ എനിക്ക് അവരെ വൈഫായിട്ട് കിട്ടി. അപ്പം ചെറിയ പ്രായമാണ്, 18 വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല. തടി ഉള്ളതുകൊണ്ടും പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ. അങ്ങനെ വേഷങ്ങൾ ചെയ്തു. ഷാജിക്കൊടിയൻ അങ്കിളാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ്.
പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതിയല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഷാജു കൊടിയൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കോമഡിയിലൂടെ വന്നവൻ ഷാജു കൊടിയൻ. കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3-ാമത്തെ ദിവസമായപ്പോ 2-ഓ 3-ാമത്തെ ദിവസമാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും, ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ ഇതോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണോ സാറ് വിളിച്ചത്. കാരണം എന്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, എനിക്ക് സങ്കടം വരിക. എന്റെ അടുത്ത് പറഞ്ഞു, നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും. ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കര സാറാണ് എന്നെ വിളിച്ചത്. പക്ഷെ അദ്ദേഹം പോലും ഇത് അറിയുന്നില്ല. ഞാൻ നിന്ന നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന വരെ ഞാൻ സ്തംഭിച്ചു നിന്നു. എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വിട്ടാതെ ഞാൻ അത് നല്ല ശക്തിയായിട്ട് പറഞ്ഞു, ഞാൻ വരില്ല, എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തു, എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം. അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറയാൻ നമ്മൾ തമാശ പറയില്ലേ എരുമ പോവാന്നൊക്കെ, അതുപോലെ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഷാജി പട്ടിക്കര സാറ് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോഴാണ് സാറ് ഇത് അറിയുന്നത്. അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി, പ്രശ്നങ്ങള്. പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ലൊക്കേഷനിൽ ഞാൻ ഉണ്ണീട്ടനെ കണ്ടപ്പോ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസ് ആവാത്തതെന്ന് ചോദിച്ചപ്പോ ഉണ്ണീട്ടൻ പറഞ്ഞു, അത് റിലീസ് ആവച്ചാല് തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട്, അവിടെ ഇട്ടിട്ട് കണ്ടതാണ്, അപ്പൊ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് അങ്ങനെയും പറഞ്ഞു. പിന്നെ മാമുക്കോയ അങ്കിള്, നമ്മളെ മലയാളി, ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്, പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു. പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകുമ്പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മള് കുട്ടികളാണ്, ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോ നമ്മൾ അവിടെ നിർത്തുക, വേറെ കോളേജിൽ പോയി ബായിട്ട് മെല്ലെ പറയാം. അപ്പൊ എല്ലാവരുടെ അടുത്തും ഇപ്പൊ ഞാൻ എല്ലാ ന്യൂസൊന്നും കണ്ടിട്ടില്ല. ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാല് ഭക്ഷണമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ സീനിയർ അല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അവര് വെള്ളം തൊട്ട് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒരു പട്ടിണിയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയ ഒരു ലൊക്കേഷനിൽ ബാക്കി വരും, അത് ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെന്ന് പറയാൻ റൂമിൽ വന്ന് വാതിൽ മുട്ടാം. എന്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞാൽ പോലും റൂമിൽ നിൽക്കാൻ ഞങ്ങൾ ഇവിടെ എടുത്താന്ന് പറയും. എന്നിട്ട് അമ്മ എന്നെയും കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോവാം. എന്നുവെച്ചാ ഞാനൊരു പെൺകുട്ടിയാണ്, അമ്മയ്ക്ക് അമ്മൻ്റെതായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ നിന്നിട്ടുണ്ട്, നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഒരാള് നമ്മള് വന്ന് വാതിൽ മുട്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നോട് ഇപ്പൊ സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ എനിക്ക് താല്പര്യമില്ല, ഞാൻ അപ്പം പറയണം. അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാം ഇത് പറയേണ്ടത്. നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടല്ലോട് തന്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂല എന്ന്. അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് വരാണ്ടിരുന്നത്. എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത്? കാരണം എന്തുകൊണ്ടാ? ഞാൻ ഒരു പെൺകുട്ടി. ഒത്തിരി പറയാനുണ്ട്. ഇതിലിപ്പം ഇടവേള ബാബു, എന്താ പറയാ, മാമുക്കോയ് അങ്കിൾ അദ്ദേഹം മരിച്ചു. പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു. അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടിക്കര സാറിന്. അവരെ ആരും ഇതിൽ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഷാജി പട്ടിക്കര സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി പേര് ഇതുപോലെ തന്നെ ബിനീഷ് മഠത്തിൽ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളെ ക്യാരക്ടറിൽ അവരെങ്ങനെ എന്നോട് പെരുമാറുന്നു, എന്നോട് എങ്ങനെ പറയുന്നു, അതാ ഞാൻ നോക്കുന്നത്. അപ്പം അദ്ദേഹം എന്നോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പോവാന്ന് വെച്ചാൽ എനിക്ക് തമിഴിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, മലയാളത്തിൽ ചെറിയ ചെറിയ സിനിമയില് വരുന്നത് കിട്ടിയിട്ടുണ്ട്. പേര് അവരുടെ ഒന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. 2018 മുതലാണ് ഞാൻ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 95% ഇങ്ങനെ തന്നെയാണ്. അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചിട്ട് മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികള്
കലാകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തുറന്നു പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരുപാട് പ്രായമുള്ള ആളായിട്ടല്ല, എന്റെ ഒരു വേദനയാണ് ഞാൻ ഇവിടെ പറയുന്നേ. ഞാനിപ്പോ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അസോസിയേറ്റ് പറഞ്ഞ അത് ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാൻ എന്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, ആലത്തൂർ പേര് കിട്ടുന്നില്ല, നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ലൗഡ് സ്പീക്കർ ചെയ്തിട്ടുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ 1 കോടിയാണ് അതിന് ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് മോളി ആന്റിക്ക് അറിയാം, അവര് പറയോ എന്തോ എനിക്കറിയില്ല, ഒരു എവിഡൻസ് അറിയുന്ന ഒരു വ്യക്തിയാണത്. അപ്പം ഞാൻ രാത്രി അവരടുത്ത് പോയിട്ട് കഥ പറയണം, പകല് പറയാലോ. അത് പിന്നീട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖച്ഛായ എല്ലാം മാറും. ഞാൻ അവരോട് പിണങ്ങാനും നിന്നിട്ടില്ല, ഒന്നും നിന്നിട്ടില്ല. രാത്രി ചെന്നിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അവരാവശ്യപ്പെട്ട്. അപ്പൊ ഞാൻ അത് വേണ്ടെന്നും വെച്ചു. ഏകദേശം മുന്നോട്ട് പോകുമ്പോ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആളല്ല. ഏതൊരു പെണ്ണിനും ഒരാണ് തെറ്റായ രീതിയിൽ നോക്കിയാൽ അവൾക്ക് മനസ്സിലാവും അത് ശരിയല്ലെങ്കിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ സാറോട് ഞാൻ ഈ 2022 വില്ലേജ് വാർത്തയില് ആ ചേട്ടനാണ് എന്റെ ന്യൂസ് കൊണ്ടുവന്നത്. ആ സമയത്ത് ഞാന് കോവിഡ് ആയ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം സാറിന് ഞാൻ ചെയ്ത ജോലികള്. ഞാൻ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്. എന്റെ അമ്മ ഇതൊന്നും അറിയില്ല, കാണാതെ പോയതാ. എന്നിട്ട് നല്ല ടിക്ടോക്കിൽ ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലും. എന്തുകൊണ്ടാ? സമയം ലാഭിക്കാൻ നമുക്ക് ഒത്തിരി പൈസയും കിട്ടും. പ്രൊഡക്റ്റ് വെക്കാൻ ഞാൻ ഈ ബീച്ച് റോഡ് മുഴുവൻ പുതിയ ഞാൻ പോയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാ സാറേ ഞാൻ രാത്രി ഒരു കലാകാരി ആവാൻ എന്റെ ഇഷ്ടങ്ങൾ ഞാൻ നിന്നത്. അപ്പൊ എനിക്കുണ്ടായ അനുഭവങ്ങൾ. അപ്പൊ മലയാള സിനിമയിൽ ചില ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, മഞ്ജുപിള്ള, അവര് മാഡം പറയുന്നുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്ന, ഒരു പെൺകുട്ടി സിനിമയിൽ വന്ന് കഴിഞ്ഞാൽ അവര് ഒറ്റ ലൊക്കേഷനിൽ പോയാലും അവർക്ക് മനസ്സിലാവും ഒരാളിങ്ങനെ പറഞ്ഞു. പിന്നെ എല്ലാം അഭിനയിച്ച് എല്ലാം പ്രസ്തി കിട്ടി. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലുണ്ട് ഉത്തരം. നോക്കൂ, കണ്ണീരോടുകൂടിയാണ് ഈ യുവതി അവരുടെ ആ ഒരു ഇന്റർവ്യൂ കംപ്ലീറ്റ് ആക്കുന്നത്. അവരുടെ ആ ഓഡിയോ അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. നോക്കൂ, അവരുടെ പിക്ചർ കണ്ട് ഞാൻ ഈ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇപ്പോഴും എന്റെ തൊണ്ട ഇടുന്നുണ്ട്. കാരണം മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യന്റെ ആ വേദന മനസ്സിലാക്കുന്നു. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ നമ്മൾ എല്ലാവരും വളർന്നു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമുക്കറിയാം, ഒരു 70-ന് ശേഷം വരെ ജനിച്ചവർക്ക് മാത്രമേ ഈ കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടുകൾ, അത്ര കണ്ട് വലിയ വേദനകൾ അറിയുകയുള്ളൂ. അപ്പോൾ വെറും 18 വയസ്സിൽ തന്നെ സിനിമയിലേക്ക് വന്ന ഈ പെൺകുട്ടിയോട് അന്ന് തന്നെ ശരീരം ചോദിക്കുക, അതല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരുടെ ശരീരം ചോദിക്കുക, അതവർ കൃത്യമായിട്ട് ഓരോരുത്തരുടെ പേര് പോലും എടുത്തു പറയുന്നുണ്ട്. ചത്തുപോയിട്ടുള്ള 2 എണ്ണത്തിന്റെ പേരും പറയുന്നുണ്ട്. ഒന്ന് ഹിക്കയുമാണ്, ഒന്ന് ഞമ്മന്റെ ഹരിഹരനുമാണ്. അത്തരത്തിൽ ഏതൊക്കെ വൃത്തികേടുകളുണ്ടോ അത് പൂർണ്ണമായിട്ടും നടക്കുന്നു ഈ മലയാള സിനിമയിൽ നിന്ന്. ഇത്ര കണ്ട് പുറമേക്ക് വന്നിട്ടുള്ളത് വേറൊരു ഭാഷയിലും വന്നിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നിയമിച്ചത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം 4.5 വർഷമാണ് അത് പൂഴ്ത്തി വെച്ചത്. എന്നിട്ടോ ഇത് പുറത്തു വന്നത് എങ്ങനെയാണ്? കോടതി പോലും ഇടപെടേണ്ട അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ ഇത് പുറത്തുവിട്ടത്. എന്നിട്ടോ അത് പൂർണ്ണമായിട്ട് പുറത്തുവിട്ടോ? ഇല്ല. 70 പേജ് ഹൈഡ് ചെയ്തിട്ട് 70 പേജ് മാറ്റി വെച്ചിട്ടാണ് ഈ പുറത്ത് വിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് തന്നെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ 270-നടുത്ത് പേജുകളുണ്ട് ആ ഇപ്പൊ പുറത്ത് വിട്ട റിപ്പോർട്ടിൽ. അതിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നിരിക്കാം. പിണറായി വിജയന്റെ സർക്കാർ പൂഴ്ത്തിവെച്ച ആ 70 പേജിൽ എത്രത്തോളം അപകടകരമായിട്ടുള്ള വസ്തുതകൾ ഉണ്ടായിരിക്കും. നോക്കൂ, നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലും ഇവിടെ ഭരിക്കുന്ന പാർട്ടിയൊക്കെ കാട്ടിക്കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ കണ്ട് മടുത്തിട്ടുള്ള നാടാണ് കേരളം. അത് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് മാത്രമേ എടുക്കാറുള്ളൂ. ആ ചെറ്റത്തരം കാട്ടുന്ന ഒരു ചെറ്റയും ഈ സഹോദരിമാരുടെ ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, മാനാഭിമാനത്തിന് വേണ്ടി രംഗത്ത് വരില്ല. കാരണം അവനൊക്കെ വളർന്നു വന്ന സംസ്കാരം അതായതുകൊണ്ട് അവനൊക്കെ പുറമേ കാണിക്കുന്നതൊന്നും അകമേ കാണിക്കുന്നതൊന്നുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സഹോദരിക്കും ഇവിടെ നീതി കിട്ടില്ല. തൊഴിലിടങ്ങളിൽ ഇത്ര കണ്ട് ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്നു എന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ ആളുകളുടെ, ഈ ജനങ്ങളുടെ മുൻപിലെല്ലാം വലിയൊരു റിപ്പോർട്ട് തന്നെ സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടും ഈ 4.5 വർഷക്കാലം പിണറായി വിജയൻ അതിൽ അടയിരുന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ നീതിബോധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും പറയുന്നു, 4.5 വർഷങ്ങൾക്ക് ശേഷമാണ് പിണറായി വിജയന്റെ അടയിരുന്ന് ആ വിരിഞ്ഞ റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ 70 പേജ് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി മറ്റൊന്നും പറയേണ്ടതില്ലല്ലോ.
അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ജാതി മതബോധം മാറ്റിവെച്ചുകൊണ്ട്, രാഷ്ട്രീയ കപടത മാറ്റിവെച്ചുകൊണ്ട്, രാഷ്ട്ര മത വർഗീയത മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യർക്ക് നീതി കൊടുക്കാൻ താല്പര്യമില്ലാത്തവന്മാർ ഇവിടെ കമന്റ് ഇട്ട് മെഴുകുന്നത് കാണാൻ പറ്റും. അത് കൃത്യമായിട്ടും ഞമ്മന്റെ ആളുകളായതുകൊണ്ട് അവന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്തായാലും ഇത് തൊണ്ടയിടറാതെ ഒരു മനുഷ്യനും ഈ സഹോദരിയുടെ ഈ വാക്കുകൾ, ഈ ഓഡിയോ കേൾക്കാനാവില്ല. എന്തായാലും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നവോത്ഥാന നാറികൾ വായിൽ പിളന്തിരികിയിരിക്കുന്ന, കാലിൽ ചങ്ങലക്കെട്ടുമായി ജീവിക്കുന്ന ഈ സിനിമാ മേഖലയിലെ സഹോദരിമാരുടെ ശരീരം പിച്ചി ചീന്താനിരിക്കുന്ന കശ്മലന്മാരായിട്ടുള്ള ദുഷ്ടന്മാരായുള്ള കഴുകന്മാരെ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.